തൊഴിൽ പീഡനവും ആത്മഹത്യയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബാങ്ക് ജീവനക്കാർ 2 ദിവസത്തെ രാജ്യവ്യാപക പണിമുടക്കിലേക്ക് നീങ്ങുകയാണ്. 24-25 തീയതികളിലാണ് ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക്. ഇതിനു മുന്നോടിയായി തൊഴിലാളികൾ വാക്കത്തോൺ സംഘടിപ്പിച്ചു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ വരുന്ന 24-25 തീയതികളിൽ രാജ്യത്തെ ബാങ്കുകൾ മുഴുവൻ അവധിയിലേക്ക് പോകുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ പണിമുടക്കിലേക്ക് പോകുകയാണ്. എന്തായാലും ഐബോക്ക്, ബാങ്കുകളുടെ എല്ലാത്തിന്റെയും സംയുക്തമായിട്ടുള്ള ഒരു യൂണിയൻ, ഐബോക്കിന്റെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ശ്രീനാഥ്, എന്താണ് ഈ ബാങ്ക് ഇത്തരത്തിലുള്ള ഒരു വലിയ പണിമുടക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണിമുടക്കിലേക്ക് പോകേണ്ടി വരുന്നത്? വളരെ വൈകാരികമായ കുറെ ആവശ്യങ്ങളാണ് എന്ന് നിങ്ങൾക്ക് ഈ പുറകിൽ നിൽക്കുന്ന ജനക്കൂട്ടം കണ്ടാൽ തന്നെ അറിയാം. ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ ബാനറിലാണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകുന്നത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് പഞ്ചദിന ബാങ്കിംഗ്, 5 ഡേ ബാങ്കിംഗ് എന്നുള്ളതാണ്. കാരണം ഇത് ഞങ്ങൾ കഴിഞ്ഞ ബൈപാർട്ടൈറ്റ് സെറ്റിൽമെന്റ് ഉഭയകക്ഷി കരാറിൽ സൈൻ ചെയ്ത് ഒപ്പിട്ട് എല്ലാവരും അംഗീകരിച്ച്, സർക്കാർ ഉൾപ്പെടെ അംഗീകരിച്ച ഒരു കാര്യമാണ്. പക്ഷെ അത് അനൗൺസ് ചെയ്യാൻ വൈകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് വളരെ വൈകാരികമായി ബാങ്ക് ജീവനക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ മാത്രം പ്രശ്നമല്ല, അത് പൊതുജനങ്ങളുടെ കൂടെ പ്രശ്നമാണ്. ബാങ്ക് ജീവനക്കാർക്കിടയിൽ ആത്മഹത്യ പ്രവണത കാര്യമായി തന്നെ കൂടി വരുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനെയൊക്കെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഐബോക്ക്? ആത്മഹത്യ എന്ന് പറയുന്നത് ശരിക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തൊഴിലിടത്തിലും പ്രശ്നങ്ങൾ, കുടുംബത്തിലും പ്രശ്നങ്ങൾ എന്നൊക്കെയുള്ള നിലയിൽ സ്ഥിതി വഷളാവുമ്പോഴാണ് ഇങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലേക്ക് ഒരു ഓഫീസർ ചിന്തിക്കേണ്ടി വരുന്നത്. അതല്ലാതെ ആരും സ്വമേധയാ ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരല്ല. അപ്പൊ ഇതിനെല്ലാം സംയുക്തമായി നേരിടണമെന്നും അത് പരിഹരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് സംഘടിപ്പിച്ച് ഒരു ഫാമിലി എന്നുള്ളൊരു ഇമോഷൻ, നമ്മൾ പരസ്പരം കൈത്താങ്ങായി എന്ത് പ്രശ്നമുണ്ടെങ്കിലും സംഘടന കൂടെ ഉണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളുമായി മുന്നോട്ട് വരുന്നു. എന്തായാലും ഇവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വരുന്ന 24-25 വലിയ സമരത്തിലേക്ക് അവർ പോവുകയാണ്. ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾക്കറിയാം ആത്മഹത്യകൾ കൂടി വരുന്നു, ഒപ്പം തന്നെ തൊഴിൽ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിലെ മുഴുവൻ ജീവനക്കാരും ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്.